Good morning. Today we are going to discuss disaster mitigation. Disaster mitigation and disaster preparedness are the two important steps of pre-disaster stage. Disaster preparedness, which is we have already discussed in our previous video. Today we are going to discuss disaster mitigation in detail. Disaster mitigation is the actions taken in advance of a disaster in order to reduce the impacts of a disaster. Mitigation involves long-term risk reduction measures. It involves not only saving lives and injuries, reducing property loss, and also reduces the negative impacts on the economic and social ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പായി നമ്മൾ എടുക്കുന്ന ആക്ഷൻസിനെ പറയുന്ന പേരാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ലോങ് ടേം ആയിട്ടുള്ള മെഷേഴ്സ് ആണ് മിറ്റിഗേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ലൈഫ് സേവിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർട്ടി ലോസ് കുറയ്ക്കുന്നതിലും അതുപോലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് കുറയ്ക്കുന്നതിനും മിറ്റിഗേഷൻ സഹായിക്കുന്നുണ്ട്. Disaster mitigation is mainly of two types. Those are structural mitigation and non-structural mitigation. Non-structural mitigation includes training and education, public education, evacuation planning and equipments, institution buildings, health facilities, emergency reserve fund, availability of food reserve, seed reserve, insurance systems and finally warning systems. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അഥവാ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, അതുപോലെ ഇവാക്വേഷൻ പ്ലാനിങ്, ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, സീഡ് റിസർവ് സ്റ്റോർ ചെയ്തു വെക്കുക, ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇൻഷുറൻസ് ഫെസിലിറ്റീസ്, വാർണിംഗ് സിസ്റ്റംസ് എല്ലാമാണ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. ഹിയർ എഫിഷ്യന്റ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ടു ബി കോംപ്ലിമെന്റഡ് വിത്ത് സ്ട്രക്ചറൽ കമ്പോണൻസ്. നമ്മൾ സ്ട്രക്ചറൽ കമ്പോണൻസിന്റെ കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് മിറ്റിഗേഷൻ എന്നുള്ള പ്രോസസ്സ് എഫക്റ്റീവായി നടക്കുന്നത്. Structural mitigation involves constructing and retrofitting of buildings and infrastructures to a suitable safety level by incorporating suitable materials, proper workmanship and under correct supervision. സ്ട്രക്ചറൽ മിറ്റിഗേഷനിലെ സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ് വരുന്നത്. അഥവാ നമ്മൾ ബിൽഡിങ്സിനെ കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സിനെ റിട്രോഫിറ്റ് ചെയ്യുക, അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് പുനർനിർമ്മിക്കുക തുടങ്ങിയവയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. ഇവിടെ നമ്മൾ റിട്രോഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ വർക്ക്മാൻഷിപ്പും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനും ഉണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷറാണ്. സീസ്മിക് ബിൽഡിംഗ് കോഡ്സ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, പബ്ലിക് അവയർനെസ്, ബിൽഡിംഗ് സേഫ്റ്റി കോഡ്സ്, ലാൻഡ് യൂസ് പ്ലാനിങ്, ഇവ എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് സ്ട്രക്ചറുമായിട്ട് വരുന്ന നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആ ഒരു മിറ്റിഗേഷൻ മെഷർ ഇഫക്റ്റീവ് ആകുന്നുള്ളൂ. We can look some examples of mitigation measures. Strengthening buildings to make resistant against cyclones, earthquake and floods. Dam construction mitigates the effect of drought. Incorporation of hazard resistance in structures and procedures in developing new projects. ബിൽഡിങ്ങുകളെ സ്ട്രെങ്തൻ ചെയ്യുക, നമുക്ക് ഫ്ലഡിനെയും സൈക്ലോണിനെയും അതുപോലെ എർത്ത് ക്വേക്കിനെയും റെസിസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ ഡ്രോട്ട്, വരൾച്ചയെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പുതിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഹസാർഡ് റെസിസ്റ്റൻസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
Planning of certain varieties of crops that are less affected by such type of disasters. നമ്മൾ ക്രോപ്പുകളെ സെലക്ട് ചെയ്യുമ്പോൾ അധികം ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ക്രോപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബനാന, കോക്കനട്ട് ഇവ പോലുള്ള ക്രോപ്സ് ഡിസാസ്റ്ററിൽ എളുപ്പം നശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രോപ്സിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം നന്നായിട്ട് റൂട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള ക്രോപ്സിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. Changing crop cycles such that crop matures and are harvested before on the onset of disasters. നമ്മൾ ക്രോപ്പിന്റെ സൈക്കിള് ചേഞ്ച് ചെയ്യുക. ഏതൊരു രീതിയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? അവ മെച്ചർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഡ്, സൈക്ലോണ് പോലുള്ള ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ അവ ഹാർവെസ്റ്റ് ചെയ്യുകയും വേണം. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രോപ്പിന്റെ സൈക്കിൾസ് ചേഞ്ച് ചെയ്യുക. അഡോപ്റ്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ലാൻഡ് യൂസ് പ്ലാനിങ്ങും അതുപോലെ തന്നെ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷനും അഡോപ്റ്റ് ചെയ്യുക. ലാൻഡ് യൂസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹൈ റിസ്ക് ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യുക? പോപ്പുലേഷൻ കുറക്കാൻ ശ്രദ്ധിക്കുക. നല്ല വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഓക്കർ ചെയ്യാനുള്ള ആ ടൈമിൽ അവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ ചില ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ചില ഏരിയാസ് എന്ത് ചെയ്താലും അവ ഡിസാസ്റ്ററിൽ നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലോസ് ഓവർകം ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടെ എക്കണോമിക്കലി സേവിങ്സ് കിട്ടുന്ന തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് ഹൗസ് കൺസ്ട്രക്ഷൻ. When we are constructing a house or building, we should follow proper structural design and engineering practices. നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശരിയായ രീതിയിലുള്ള സ്ട്രക്ചറൽ ഡിസൈനും എഞ്ചിനീയറിംഗ് പ്രാക്ടീസസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രീക്വൻ്റ്ലി ഇവാലുവേറ്റ് ദി സ്ട്രക്ചറൽ സൗണ്ട്നെസ് ഓഫ് ദി ബിൽഡിംഗ്, സ്ട്രെങ്തൻ ഓർ റിട്രോഫിറ്റ് ഇഫ് നെസസറി. നമ്മൾ ബിൽഡിങ്സിനെ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ അവയുടെ സൗണ്ടിനെസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സ്ട്രെങ്തൻ ചെയ്യുക, റിട്രോഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, വി ഹാവ് ടു സ്റ്റഡി മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഫോർ സം ഡിസാസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് സൈക്ലോൺ, എർത്ത്, ഫ്ലഡ്. These three disasters are common in our country like India. So first we can discuss mitigation strategy for cyclonic disaster. Engineering structure should be made in a way to withstand cyclone wind forces, and suitable building codes corresponding to the area should be followed. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് കോഡ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് എല്ലാം സൈക്ലോണിക് വിൻഡ് ഫ്ലോസിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബെറ്റർ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഓഫ് ബിൽഡിംഗ്സ് ആർ പ്രിഫേർഡ് ഇൻ ഓർഡർ ടു ടേക്ക് ദി വിൻഡ് സ്പീഡ് ആൻഡ് വിൻഡ് ഡയറക്ഷൻ ഇൻ അക്കൗണ്ട്. ആൻഡ് ഓൾസോ വി ക്യാൻ പ്ലാൻ വിൻഡ് ബ്രേക്കർ ട്രീസ് ഇൻ ടൗൺ ആൻഡ് ഓൺ കോസ്റ്റ്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് വിൻഡ് ഡയറക്ഷനെയും വിൻഡ് സ്പീഡിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടൗൺസിൽ, അതുപോലെ കോസ്റ്റിൽ, അതായത് കടൽ തീരങ്ങളിലും റിവറിൻ്റെ തീരങ്ങളിലും ഒക്കെ നമുക്ക് പ്ലാന്റ്സിനെ വെച്ച് പിടിപ്പിക്കാം. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? വിൻഡ് ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ റോഡ്സിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു നീളത്തിൽ അശോക ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത്? ആക്ച്വലി അശോക ട്രീസ് ഒക്കെ ചെയ്യുന്നത് ഒരു വിൻഡ് ബ്രേക്കറായിട്ട് അവിടെ ആക്ട് ചെയ്യുകയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രോങ് വിൻഡ് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് വി ഹാവ് ടു എൻഷുർ ദി കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ സച്ച് ടൈപ്പ് ഓഫ് ഷെൽട്ടേഴ്സ്. വിൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇതുപോലെ വിൻഡ് റെസിസ്റ്റൻ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. കാരണം നമുക്ക് ഈസി ആയിട്ട് റീബിൽഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഷെൽട്ടേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. We have also ensure that proper fixing of elements like metal sheets. നമ്മൾ ഷെൽട്ടേഴ്സ് അഥവാ ഹൗസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുകളിൽ വരുന്ന ഷീറ്റ്സിനൊക്കെ നന്നായിട്ട് ഉറപ്പിക്കുക. അല്ലെങ്കിൽ കാറ്റിൻ്റെ സമയത്ത് അവ പറന്നു പോകാൻ സാധ്യതയുണ്ട്.
നെക്സ്റ്റ് ഈസ് ദ മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഫോർ എർത്ത് ഡിസാസ്റ്റർ. അടുത്തത് എർത്ത് ഡിസാസ്റ്ററിനുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് വൺ ഈസ് ബിൽഡിംഗ് കോൺഫിഗറേഷൻ. It should have a simple rectangular plan and long walls should be supported with RC columns, that is reinforced concrete columns. Large buildings having plan shape of T, L, U and X are preferably separated into blocks and gaps are given in between them. നമ്മളൊരു സിമ്പിൾ റെക്ടാങ്കുലർ പ്ലാൻ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. അതുപോലെ ലോങ് വാൾസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് RC കോളംസ് അഥവാ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളംസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വലിയ ബിൽഡിങ്സ് വരുമ്പോൾ, അതായത് T, L, U, X ഷേപ്പിലെ പ്ലാൻ വരുന്ന വലിയ ബിൽഡിങ്സ് ഒക്കെ വരുമ്പോൾ ഈ ഷേപ്പുകളെയൊക്കെ നമ്മൾ ചെറിയ റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവയ്ക്കിടയിൽ ചെറിയ ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ will be structurally strong in order to withstand earthquake motions. ഫൗണ്ടേഷൻ സ്ട്രക്ചറലി സ്ട്രോങ് ആയിരിക്കണം. അവർക്ക് എർത്ത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. തേർഡ് വൺ ഈസ് കൺട്രോൾ ഓൺ ഓപ്പണിങ്സ് ഇൻ വാൾസ്. മൂന്നാമത്തത് വാൾസിൽ വരുന്ന ഓപ്പണിങ്സിനെ കുറിച്ചാണ്. വാൾ ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? വിൻഡോസ് ആൻഡ് ഡോർസ് അല്ലെ? ഡോർസ് ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ഷുഡ് ബി പ്രിഫറബിളി സ്മോൾ. ഡോറും അതുപോലെ വിൻഡോ ഓപ്പണിംഗും എല്ലാം ചെറിയ ഓപ്പണിങ്സ് ആവാൻ ശ്രദ്ധിക്കുക. ആൻഡ് ആർ മോർ സെൻട്രലി ലൊക്കേറ്റഡ്. വാൾസിൻ്റെയൊക്കെ സെൻട്രലിൽ അവ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ ആ സ്ട്രക്ചറിന് ഒന്നുകൂടെ ബാലൻസ് കിട്ടും. Too many or large openings make wall vulnerable during the earthquake. ഒരുപാട് ഓപ്പണിങ്സും അതുപോലെ വലിയ ഓപ്പണിങ്സും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ വാള് മിക്കവാറും എർത്ത് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഓപ്പണിങ്സ് ആണ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ദ മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഫോർ ഫ്ലഡ് ഡിസാസ്റ്റർ. അടുത്തതായിട്ട് നമ്മൾ ഫ്ലഡ് ഡിസാസ്റ്ററിനുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. അവോയ്ഡ് റിസൈഡിംഗ് ഓൺ റിവർ ബാങ്ക്സ്, ഓൺ സ്ലോപ്സ് ഓഫ് റിവർ സൈഡ്സ് ആൻഡ് ഓൺ ദി സൈഡ്സ് ഓഫ് ഗോർജസ്. റിവറിന്റെ സൈഡില് അല്ലെങ്കിൽ റിവർ സ്ലോപ്പുകളിൽ ഗോർജിന്റെ സൈഡിലൊക്കെ നമ്മൾ താമസിക്കുന്നത് മാക്സിമം റിസൈഡ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ബിൽറ്റ് ഹൗസസ് ഓർ ബിൽഡിംഗ്സ് at least 250 meter away from river banks and sea coast. സീ കോസ്റ്റിൽ നിന്നും റിവർ ബാങ്ക്സിൽ നിന്നൊക്കെ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 250 മീറ്റർ എങ്കിലും മാറിയാണ് നമ്മൾ വീടൊക്കെ വെക്കേണ്ടത്. Ensure proper drainage system in flood prone areas so that water can be quickly drained off. ഫ്ലഡ് പ്രോൺ ഏരിയയിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ വെള്ളം ഈസി ആയിട്ട് ഡ്രെയിൻ ഓഫ് ചെയ്ത് പോവുകയുള്ളൂ. കൺസ്ട്രക്ട് ദി ബിൽഡിംഗ്സ് വിത്ത് എ പ്ലിന്ത് ലെവൽ ഹയർ ദാൻ ദി നോൺ ഹയർ ഫ്ലഡ് ലെവൽ. നമുക്ക് എത്രമാത്രം ഉയരത്തിൽ ഫ്ലഡ് വരും എന്നുള്ള ഏകദേശ ഐഡിയ ഉണ്ടാവും. അപ്പം അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ പ്ലിന്ത് ലെവൽ സെറ്റ് ചെയ്യേണ്ടത്. മാക്സിമം നല്ല ഉയരത്തിൽ തറയിടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീട് വെക്കാനും ശ്രദ്ധിക്കുക. കൺസ്ട്രക്ട് ബിൽഡിംഗ്സ് ഓൺ കോളംസ് വിത്ത് വാൾ ഫ്രീ സ്പേസ്. നമ്മൾ കോളംസിൻ്റെ മുകളിലൊക്കെ ബിൽഡിങ്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് വാൾ സ്പേസ് കിട്ടും. അപ്പോൾ ഫ്ലഡൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വെള്ളം ഈസി ആയിട്ട് ഇതിലൂടെ മൂവ് ചെയ്യാൻ കഴിയും. പിന്നെ കോളംസ് ഒക്കെ സർക്കുലർ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. സർക്കുലർ കോളംസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇൻ ഡ്രൈ സീസൺ വി ക്യാൻ യൂസ് ദിസ് ഏരിയ ഫോർ കാറ്റിൽ ഓർ ഷീപ്പ് ഫാമിംഗ്. കാറ്റിൽ ഫാമിങ്ങിന് ഷീപ്പ് ഫാമിങ്ങിനൊക്കെ നമുക്ക് ഈ ഏരിയ യൂസ് ചെയ്യുകയും ചെയ്യാം ഡ്രൈ സീസണിൽ. ഓക്കെ, താങ്ക് യു.